എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8th സ്റ്റാൻഡേർഡ് ഹിന്ദി, നമുക്ക് ഹിന്ദി ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ടല്ലേ. 8ാം സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഫസ്റ്റ് നമുക്കൊരു കവിതയാണ്. ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് ഒരു കവിതയും പിന്നെ ഒരു കഥയുമാണല്ലേ. കവിത, കഹാനി, ഇങ്ങനെ രണ്ടെണ്ണമാണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ 10 എന്നുള്ള ഒരു കവിതയും പിന്നീട് രണ്ടാമത് വരുന്നത് എന്താണ്, ഒരു കഹാനി, അതായത് നേഹ സിംഗിൻ്റെ ജൂലിയ ഓർ ലൂന എന്നുള്ള കഥ. ഇത് രണ്ടുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്, ഒരു കവിത 10 അതിലുള്ള പേഡ് എന്ന് പറയുന്ന കവിതയാണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലകളെന്നാണല്ലേ 10. അപ്പോൾ നമുക്ക് മരങ്ങളെ സംരക്ഷിക്കേണ്ടതിനെ പറ്റിയും പ്രകൃതി നമുക്ക് ഒരുപാട് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന വരമാണ് എന്തെന്ന് പറയുന്നത് മരങ്ങളല്ലേ. അപ്പോൾ നമ്മൾ മരം സംരക്ഷിക്കണം, അതിലൂടെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പോൾ മരങ്ങളൊക്കെ ഒത്തിരി വെച്ച് പിടിപ്പിച്ച് നമ്മൾ പ്രകൃതിയെ സന്തോഷമാക്കി അല്ലെങ്കിൽ മനോഹരമാക്കി നിർത്തുന്നതിലൂടെ നമ്മൾ മാനവരാശിയാണ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും മരങ്ങളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ഇതിൽ ഉപമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒന്നാമത്തെ പേഡ് എന്ന് പറയുന്ന കവിത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു തയ്യൽക്കാരൻ, തുന്നൽക്കാരൻ അല്ലെങ്കിൽ തയ്യൽക്കാരൻ എന്ന് പറയും അല്ലേ. തുന്നൽക്കാരൻ എങ്ങനെയാണോ മനോഹരമായിട്ട് വസ്ത്രങ്ങൾ തുന്നുന്നത്, അതുപോലെ നമ്മൾ പ്രകൃതിക്ക് സുന്ദരമായ വസ്ത്രങ്ങൾ തുന്നുന്നവരാണ് ആരെന്ന് പറയുന്നത്, മരങ്ങളെന്ന് പറയുന്നത്. അവയും ജീവനുള്ളവയാണ്, നമ്മുടെ ജീവവായുവാണ് അല്ലേ, എല്ലാമാണ്. അപ്പോൾ നമ്മൾ മരങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതാണ് നമുക്ക് സുശീൽ ശുക്ലയുടെ ഈ പേഡ് എന്ന് പറയുന്ന കവിത, ഈ കവിത പേഡ് എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഇതിൽ തന്നെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ അടുത്ത് വരുന്നൊരു കഥയും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ളത് തന്നെയാണ്. നമുക്ക് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന, അതായത് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ജൂലിയ ലോറൻ ഹിൽ കാലിഫോർണിയയിലെ ഒരു വലിയ മരത്തെ മരം വെട്ടുകാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ആ മരത്തിൽ താമസിച്ചതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് ഇതിൽ രണ്ടാമത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ബാക്കി ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഫസ്റ്റ് പേജ് നോക്കിയാൽ ഇക്കായി ഏക്ക് എന്നുള്ളിടത്ത് 10 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ടല്ലേ. 10 എന്ന് പറഞ്ഞാൽ ഇലകളാണ്. അപ്പോൾ അവിടെ മരം കാണിക്കുന്നുണ്ട്, ആ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചിത്രത്തിലൊരു നദിയെ കാണിക്കുന്നുണ്ട്. ചിത്രമേ ഏക്ക് നദി ഹേ, ചിത്രത്തിലൊരു നദിയുണ്ട്. പിന്നെന്താണ്, നദിയുടെ അടുത്തെന്നുള്ള വാക്ക് എന്തുവാണ്, കിനാരെ. നദിക്ക് കിനാരെ ഏക്ക് പേഡ് ഹേ, നദിയുടെ അടുത്തായിട്ടൊരു മരമുണ്ട്. പിന്നെന്താണ്, പേഡ് പർ പത്തേ ഹേ, മരത്തിൽ ഇലകളുണ്ട്. അതുപോലെ നമ്മൾ ആ നദിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തുണ്ട്, മച്ചലി, പിന്നെ ബഗുല, അതുപോലെ തന്നെ ഒരു മേണ്ടക്ക്, ഇതെല്ലാം ഉണ്ട്. പേട്ട് കെ നീച്ചെ കെ പത്തർ പർ, ഒരു കല്ലിലൊരു മേണ്ടക്ക്, പത്തർ പർ മേണ്ടക്ക് ഏക്ക് മേണ്ടക്ക് ഹേ, ഒരു തവള ഇരിപ്പുണ്ട്. പിന്നെന്താണ്, നദീമേമിയേക്ക് ബഗുല അവർ എത്ര മച്ചലിയുണ്ട്, 2 മച്ചലിയ ഹേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഫസ്റ്റ് പേജിൽ കാണുന്നത്. ഇനി നമ്മൾ കവിതയിലേക്ക് പോകുകയാണ്. പേഡ് ആരെഴുതിയതാണ്, സുശീൽ ശുക്ല. നമുക്ക് ആദ്യം ആ കവിത ഒന്ന് വായിച്ചു നോക്കാം. പേഡ് തും പേഡ് നഹി തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഘോസലെ, കിത്തനി സിലി ഹവായെ, ധൂപ് സിലി തോ ബിഖർ ഗയി, കതരൻ കതരൻ ഛായായെ. പേഡ് തും പേഡ് നഹി തും ദർജി, എന്തുവാണ്, പേഡ് തും പേഡ് നഹി, മരത്തോട് പറയുകയാണ്. എന്താണ്, മരം എന്തല്ല എന്നാണ് പറയുന്നത്, മരമേ നീ മരമല്ല. പിന്നെ ആരാണ്, ദർജി എന്ന് പറഞ്ഞാൽ ആരാണ്, തയ്യൽക്കാരൻ, നീ തുന്നൽക്കാരനല്ലോ. പേഡ് തും പേഡ് നഹി തും ദർജി, നിങ്ങൾ അല്ലെങ്കിൽ മരമേ നീ ആരാണ്, തയ്യൽക്കാരൻ അല്ലെങ്കിൽ തുന്നൽക്കാരനല്ലോ. മനസ്സിലായല്ലോ. പേഡ് തും പേഡ് നഹി തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഘോസലെ. ഘോസല എന്ന് പറഞ്ഞാൽ കിളിക്കൂട് അല്ലേ, പക്ഷിക്കൂട്, നെസ്റ്റിനെയാണ് നമ്മൾ, കിളിക്കൂടിനെയാണ് ഘോസല എന്ന് പറയുന്നത്.
അതുപോലെ സിൽന എന്ന് പറഞ്ഞാൽ തുന്നുക, തയ്ക്കുക എന്ന് പറയും. തുമ്നെ കിത്തനെ സിലേ ഘോസലേ, നീ എത്രയോ കിളിക്കൂടുകൾ തുന്നി, നീ എത്ര കിളിക്കൂടുകൾ തുന്നി. കിത്തനി സിലി ഹവായേം, ഹവ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹവ, കാറ്റ്. അപ്പോൾ കിത്തനി സിലി, എത്ര, സിൽന എന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ് തുന്നുക എന്നുള്ളത്. സിലി ഹവായേ, അപ്പോൾ നീ എത്രയോ കാറ്റുകളെ തുന്നി, അല്ലെങ്കിൽ എത്രയോ കാറ്റുകളും തുന്നി. തുമ്നെ കിത്തനെ സിലേ ഘോസലെ കിത്തനി സിലി ഹവായേ ധൂപ് സിലി തോ ബിഖർ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂപ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വെയിൽ, സൺലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ധൂപ് എന്ന് പറയുക. പിന്നെ എന്തും വെയിൽ തുന്നിയപ്പോൾ, ബിഖർന എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഖർന ചിതറുക. അപ്പോൾ വെയിൽ തുന്നിയ സമയത്ത്, അല്ലെങ്കിൽ വെയിൽ തുന്നിയപ്പോൾ എന്ത് ചെയ്തു? ചിതറി. എന്താണ് ചിതറിയത്? നോക്കാം. കതരൻ കതരൻ ഛായായേം. ഛായ എന്ന് പറഞ്ഞാൽ ഷാഡോയാണ്, നിഴലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഛായ എന്ന് പറയുന്നത്. കതർന എന്ന് പറഞ്ഞാൽ എന്താണ്? കതർന അല്ല, സോറി, കതർൻ എന്ന് പറഞ്ഞാൽ പീസസ് അഥവാ കഷണങ്ങൾ, അതാണ് കതരൻ. ഓക്കെ. പേഡ് തും പേഡ് നഹീം, മരമേ നീ എന്തല്ല? മരമല്ല. തും ദർജി, തയ്യൽക്കാരനല്ലോ. ഒന്നുകൂടി നോക്കാം. പേഡ് തും പേഡ് നഹീം തും ദർജി തുമ്നെ കിത്തനെ സിലേ ഘോസലെ കിത്തനി സിലി ഹവായെ ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായായെ പേഡ് തും പേഡ് നഹി തും ദർജി. മനസ്സിലായല്ലോ? മരമേ നീ മരമല്ല, പിന്നെ ആരാണ്? ദർജി, തുന്നൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലേ ഘോസലെ, നീ എത്രയോ പക്ഷിക്കൂടുകൾ, കിളിക്കൂടുകൾ എന്ത് ചെയ്തു? തുന്നി. അതുപോലെ കിത്തനി സിലി ഹവായെ, എത്രയോ കാറ്റുകളും തുന്നി. പിന്നെന്താണ്? ധൂപ് സിലി തോ ബിഖർ ഗയി, വെയിൽ തുന്നിയപ്പോൾ ചിതറി. എന്താണ് ചിതറിയത്? കതരൻ കതരൻ ഛായായി, നിഴലുകൾ അല്ലേ? നിഴലുകളെല്ലാം കഷണങ്ങളായി. മനസ്സിലായല്ലോ? തും പേഡ് നഹി തും ദർജി. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുക. ഈ കവിതയുടെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ പ്രതികരണമായിരിക്കും നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്നതിന് എനിക്കുള്ള പ്രചോദനം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം അല്ലേ നമുക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് ഇത്രയും നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ കവിത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കമൻറ്റ്, അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാലേ നെക്സ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ, മറ്റ് സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.